ദി നോട്ട് സോ ഗ്ലാമറസ് സൈഡ് ഓഫ് ബീയിങ് എൻ ഓൺട്രപ്രണർ. ഇന്ന് ബാക്ക് ബ്രേക്കിംഗ് വർക്കായിരുന്നു. സാരികളും ജ്വല്ലറിയും മാറി മാറി ഉടുത്തും ധരിച്ചും പോസ് ചെയ്തും സംസാരിച്ചും വശം കെട്ടു. പക്ഷെ ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. എന്തെന്നറിയാമോ? കഴിഞ്ഞ ദിവസം എനിക്ക് ഇൻബോക്സിൽ ഒരു മെസ്സേജ് വന്നായിരുന്നു. ഞാനിടുന്ന കണ്ടന്റ് ഒക്കെ വളരെ റോ ആണ്, ഒട്ടും എഡിറ്റഡ് അല്ല, ഗ്ലാമറസ് അല്ല എന്നൊക്കെ. സത്യമാണ് കേട്ടോ. എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാനും വിചാരിച്ചിരുന്നു. പക്ഷേ പയ്യെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനത്ര എസ്തെറ്റിക്കോ ടിപ് ടോപ്പോ ഒന്നും അല്ല. സാരി അലസമായിട്ട് ഉടുക്കുന്ന, നെറ്റിയിൽ കുങ്കുമപ്പൊട്ടിടാൻ ഇഷ്ടപ്പെടുന്ന, 7-8 വർഷമായി മുടി ചീപ്പിട്ട് കോതാത്ത, സ്റ്റോൺസിനും സ്വർണത്തിനും ഒക്കെ പകരം പഴയ കൈകൊണ്ടുണ്ടാക്കിയ വിന്റേജ് ആയിട്ടുള്ള സിൽവർ ആഭരണങ്ങൾ ഇഷ്ടമുള്ള ഞാനെങ്ങനെയാ എസ്തെറ്റിക്കലി പ്ലീസിങ് ആവുക? പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഓരോ സാരിയും വാങ്ങുന്നതിന് മുമ്പ് അതിനെപ്പറ്റി വായിച്ച് പഠിച്ച് നോട്ട്സ് എഴുതി, അല്ലെങ്കിൽ ഒരു ജ്വല്ലറി പ്രൊക്യൂർ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ പ്രൊവനൻസ്, അതായത് അതിന്റെ ഒറിജിനെ പറ്റി അന്വേഷിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അപ്പോ ഞാൻ റോ മാത്രമല്ല, ഒത്തിരി 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 പഴമയെ ഇഷ്ടപ്പെടുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു എന്റെ കണ്ടന്റിന്റെ പ്രത്യേകതയും ചിലപ്പോൾ അതായിരിക്കും അല്ലേ? വാബി സാബി. അത്ര പെർഫെക്റ്റ് അല്ലാത്ത കാര്യങ്ങളിൽ സൗന്ദര്യവും സന്തോഷവും കണ്ടെത്തുക എന്നുള്ളതായിരിക്കും ചിലപ്പം എന്റെ നിയതി. അതായിരിക്കും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നാനുള്ള കാരണവും. എന്റെ സ്റ്റോറും എന്റെ ബിസിനസ്സും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. സമയമുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കൂ. പേജുകൾ രണ്ടും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ളതൊക്കെ കാണുന്നതും ഒരു സന്തോഷമല്ലേ?